ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മഞ്ഞക്കോയിന്റെ റെസിപ്പി ആയിട്ടാണ്. നാടൻ കോഴി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കാറ് കേട്ടോ. ഇത് പണ്ട് കാലത്ത് നമ്മുടെ വല്യമ്മമാരൊക്കെ ഈ ചൂട് കാലത്ത് ഉണ്ടാക്കി കഴിച്ചിരുന്ന ഒന്നാണ് കേട്ടോ. അപ്പൊ ചൂട് കാലത്ത് ഉണ്ടാകുന്ന ചോരക്കുരൊക്കെ മാറാൻ വേണ്ടി ഉണ്ടാക്കി കഴിച്ചിരുന്ന ഒരു ചിക്കനാണ് ഇത്. നല്ല ടേസ്റ്റ്, മഞ്ഞക്കോഴി എന്നാണ് ഇതിന് പറയാ കേട്ടോ. ഇതിന് നമ്മള് എരിവും മല്ലി മുളക് അങ്ങനത്തെ ഒന്നും നമ്മൾ ചേർക്കാറില്ല. അപ്പോൾ ഇത് പ്രത്യേക ടേസ്റ്റുമാണിത്. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയത് കാണണ്ടേ? വീഡിയോയിലോട്ട് പോകാട്ടോ. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ നല്ല നാടൻ കോഴിനെ തന്നെ അറുത്തെടുത്തിട്ടുണ്ട്. അപ്പൊ നാടൻ കോഴി എന്ന് പറഞ്ഞാൽ പിടക്കോഴി ആയിരിക്കണം. പിന്നെ കൂടാതെ മുട്ടടാനായ കോഴി ആയിരിക്കുകയും വേണം കേട്ടോ. അപ്പൊ ഇത് മുട്ടടാനായണോ എന്നൊന്നും അറിയില്ല, ഏതാണ്ട് ആ പ്രായത്തിലെത്തിയൊരു കോഴിയാണിത് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ തൊപ്പൊന്ന് കളഞ്ഞെടുക്കണം. ഇത് തൊപ്പ കളഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മളൊരു ബക്കറ്റ് എടുത്തിട്ടുണ്ട്. ബക്കറ്റിലേക്ക് നല്ല തിളച്ച വെള്ളം, ചൂടായ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇത് ഇതിലിട്ടൊന്ന് മുക്കിയെടുക്കാം കേട്ടോ. ചൂടായ വെള്ളത്തിലേക്ക് നമുക്കിതിന് മുക്കിയെടുക്കണേ. നല്ല ചൂടുള്ള വെള്ളം തന്നെ ആയിരിക്കണം കേട്ടോ. നമ്മൾ കുറച്ചേരം ഇട്ടൊക്കെ മഴ കേട്ടോ. അങ്ങനെ മുക്കിയെടുത്താൽ മതിയെ. കുറച്ച് സമയമല്ലോ ശരിക്കും ഇങ്ങോട്ട് മുക്കിയെടുക്കുക കേട്ടോ. മുക്കിയെടുക്കാൻ നമുക്കിതിന്റെ തൊപ്പ കളഞ്ഞെടുക്കാം കേട്ടോ. തൊപ്പ ഉണ്ടോ? വേഗം കിട്ടും അങ്ങനെ ചൂടുവെള്ളത്തിലിട്ടാല്. ചൂടാറ് ഒന്ന് ഈ ചൂടോടെ തന്നെ നമ്മൾ പൊളിച്ചെടുക്കണേ. നല്ല ചൂടാട്ടോ. അതുകൊണ്ട് കൈയോട് ഇതെനിക്ക് പറഞ്ഞു തന്നത് ഞങ്ങളെ ബന്ധുവീട്ടിലെ ഒരു ഉമ്മയാണ് കേട്ടോ. അപ്പൊ ആ പണ്ട് കാലത്ത് അവരൊക്കെ സ്ഥിരമായിട്ട് എല്ലാ വർഷവും കഴിച്ചിരുന്ന ഒന്നാണ്. നമുക്കറിയാം പണ്ട് കാലത്തൊക്കെ അധികവും പേർക്ക് ഉണ്ടായിരുന്ന ഒരു അസുഖമായിരുന്നു ഈ ചോരക്കുരു. ഇപ്പൊ നമ്മൾ പണ്ടത്തെ പോലെ ഒന്നും അങ്ങനെ കാണാനൊന്നും ഇല്ല, അത് ആ ഒരു പ്രശ്നമായിട്ടൊന്നും. അപ്പൊ അന്ന് അവർക്കൊരു വൈദ്യര് പണ്ട് കാലത്ത് പറഞ്ഞു കൊടുത്തിരുന്ന ഒരു മരുന്നാണിതെന്ന് അവരിനോട് പറഞ്ഞു തന്നെ കേട്ടോ. അപ്പൊ അവര് ഇത് കഴിച്ചതിന് ശേഷം പിന്നെ വീട്ടിലുണ്ടാവും അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല എന്നും പറഞ്ഞു. ഇപ്പൊ നമ്മളിതിന്റെ തൊപ്പൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് കിട്ടും കേട്ടോ. നമ്മൾ ചൂടുള്ള വെള്ളത്തിൽ അങ്ങോട്ട് മുക്കിയാൽ മതിയേ. നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ. ഇപ്പൊ നമ്മളിത് ചിക്കൻ നല്ലോണം കഴുകി വൃത്തിയാക്കി ഇങ്ങനെ തട്ടിലേക്ക് വെച്ചിട്ടുണ്ട്. നമുക്കിത് കഷ്ണങ്ങളാക്കി എടുക്കാം കേട്ടോ. ഇതിന് ഈ ഭാഗം രണ്ടും നമ്മളിങ്ങനെ മുറിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ വലിച്ചെടുത്താൽ തന്നെ പെട്ടെന്ന് കിട്ടും. കണ്ടോ? മുട്ടടാനായ കോഴി കണ്ടോ? മുട്ടടാനായ കോഴിയാണ് നമ്മൾ ഇതിന് വേണ്ടത് കേട്ടോ. അതിനെടുക്കുക. അപ്പൊ ഇത് ഞങ്ങളെ ബന്ധുവീട്ടിലൊരു ഉമ്മ പറഞ്ഞു തന്നതാട്ടോ ഇത് ഉണ്ടാക്കുന്ന രീതിയൊക്കെ. നമ്മളിതിന്റെ കാല് ഒടിച്ചെടുക്കണേ. അങ്ങനെ കാലൊക്കെ മുറിച്ചെടുക്കാം. നമുക്കിത് വെട്ടി കഷ്ണങ്ങളാക്കി ചെറുതാക്കി എടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ചിക്കൻ കഴുകി കഷ്ണങ്ങളാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയും ചെറിയുള്ളിയാണ്. ആ വെളുത്തുള്ളി കുറച്ച് മതി, കൂടുതൽ ചെറിയുള്ളിയാണ് വേണ്ടത് കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് മസാലകളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനത്തതൊന്നും ചേർക്കുന്നില്ലേ. അപ്പൊ നമുക്ക് ഈ ചെറിയുള്ളി ഒന്ന് കഷ്ണങ്ങളാക്കി എടുക്കാം. 2 കഷ്ണങ്ങളാക്കി എടുത്താൽ മതി കേട്ടോ. വെളുത്തുള്ളി ചീന്തിയിടണമെന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ തന്നെ ഇട്ടാലും മതിയേ. ചെറിയുള്ളി കൂടുതൽ വേണ്ടത്, വെളുത്തുള്ളി കുറച്ചും മതി കേട്ടോ. ഇനി നമുക്ക് ഈ ചെറിയുള്ളിയും വെളുത്തുള്ളിയും നമുക്കൊരു മൺചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ.
നന്നായി കഴുകിയെടുത്തൊരു ചട്ടിയാണ്. ഇതിലേക്ക് നമ്മൾ ഇട്ടുകൊടുക്കാം. ഇതിലേക്ക് കഴുകിയെടുത്ത ചിക്കനിലെ കഷ്ണങ്ങളാക്കിയെടുത്ത് ഇത് നമുക്ക് ഇട്ടുകൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി നമ്മൾ മല്ലിപ്പൊടി എത്രയാണോ ചേർക്കുന്നത് അത്രയും നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കേണ്ടത് കേട്ടോ. മല്ലിപ്പൊടി ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. അതിന് പകരം നമ്മൾ മഞ്ഞൾപ്പൊടി മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. മല്ലിയും മുളകൊന്നും ചേർക്കൂല. അപ്പൊ മഞ്ഞൾപ്പൊടി അത്യാവശ്യം നന്നായിട്ട് തന്നെ വേണം. ഒരു ടേബിൾ സ്പൂണിന്റെ അല്ല അധികമായിട്ടും മഞ്ഞൾപ്പൊടി വേണം കേട്ടോ. അപ്പൊ ഞാൻ 2 സ്പൂണോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2-2.5 സ്പൂണോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് നല്ല ജീരകമാണ്, കുമിൻ സീഡ് നല്ല ജീരകം കേട്ടോ. അതൊരു സ്പൂണോളം നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത്രയും വേണം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഞാൻ കാണിച്ചു തരാം. തേങ്ങാപ്പാലാണ് കേട്ടോ. തേങ്ങാപ്പാല് ഞാനൊരു തേങ്ങ ചിരകി എടുത്ത് 2ാം പാലാണിത് കേട്ടോ. അപ്പൊ 1ാം പാൽ ഇവിടെ എടുത്തിട്ടുണ്ട്. 1ാം പാലാണിത്. ഞാൻ ഒരു തേങ്ങയാണ് ഞാൻ ചിരകി എടുത്തത് കേട്ടോ. അപ്പൊ അതിന്റെ 1ാം പാല് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് 2ാം പാല് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കറക്കി എടുത്തതാണ് കേട്ടോ മിക്സിയിൽ. അപ്പൊ ഇത് ഇതിൽ ഒഴിച്ചു കൊടുക്കാം ആദ്യം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്കിത് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കാം. ആ മഞ്ഞൾപ്പൊടി നന്നായിട്ട് വേണം കേട്ടോ. അപ്പൊ ഈ മഞ്ഞളാണ് ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കണേ. ഞാനിവിടെ അടുപ്പത്ത് തീ കത്തിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഇതിലേക്ക് വെച്ചെടുക്കാം. അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് വേവിച്ചെടുക്കണേ. നല്ലതുപോലെ അരങ്ങി വേവട്ടെ കേട്ടോ. ഇപ്പൊ നമ്മുടെ മഞ്ഞക്കോഴി എന്തായി നോക്കാം കേട്ടോ. നന്നായി തിളച്ച് തേങ്ങാപ്പാലൊക്കെ കണ്ടില്ലേ വറ്റി വരുന്നുണ്ട്. അപ്പൊ ഈ 2ാം പാല് ശരിക്കും മുഴുവനായിട്ടും വറ്റണം കേട്ടോ. എന്നിട്ട് നമുക്ക് 1ാം പാല് ഒഴിക്കാൻ പാടുള്ളേ. നമുക്ക് ഇതിലേക്ക് കറിവേപ്പില വേണമെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് അടച്ചു വെച്ച് ശരിക്കും ഈ തേങ്ങാപ്പാല് വറ്റുന്നവരെ വേവിക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ ചിക്കനിൽ തേങ്ങാപ്പാലൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പക്ഷെ അതിന് ഞാൻ വെള്ളം കൂടുതൽ ഒഴിച്ച് തേങ്ങാപ്പാൽ അടിച്ചെടുത്ത്, അതുകൊണ്ടാണ് ഇത് വറ്റാൻ അധികം താമസം വന്നത് കേട്ടോ. അപ്പൊ അധികം വെള്ളം ഒഴിച്ചിട്ടൊന്നും നമ്മൾ തേങ്ങാപ്പാൽ എടുക്കണ്ട. അപ്പൊ വറ്റി കിട്ടാൻ പ്രയാസമാവും ചെയ്യും. പിന്നെ ഇത് വെന്ത് നന്നായി ഉടയുകയും ചെയ്യും കേട്ടോ. നമുക്കിത് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിപ്പോ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങാപ്പാലും കൂടി വേണം നമുക്കിത് ഒന്നും കൂടി വറ്റിച്ച് നല്ല കായ രൂപത്തിലാക്കി എടുക്കണം കേട്ടോ. 1ാം പാൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടി നന്നായി തിളച്ച് വരട്ടെ കേട്ടോ. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ മഞ്ഞൾപ്പൊടി ഇല്ലേ നമ്മൾ കൂടുതലായിട്ടും ചേർത്തത്. പ്രധാനമായിട്ടും നമ്മൾ കൂടുതൽ മഞ്ഞൾപ്പൊടി ചേർത്തു. അപ്പൊ അതിന്റെ ആ കുത്തലുണ്ടാവില്ല, മഞ്ഞളിന്റെ കുത്തല്, അത് പോവാൻ വേണ്ടിയിട്ടാണ്, അത് ഇങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തേങ്ങാപ്പാല് നന്നായി ചേർക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഒന്നും കൂടി നന്നായി ഒന്ന് തിളച്ച് ഒന്നും കൂടി ഒന്ന് വറ്റി വരണേ. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പൊ നമ്മള് തേങ്ങാപ്പാൽ ഒഴിച്ചതൊക്കെ നല്ലപോലെ വറ്റി വന്ന് നല്ല കായം രൂപത്തിലായിട്ടുണ്ട് കണ്ടോ. ഈ രൂപത്തിൽ നമുക്ക് ഇറക്കി വെക്കാനായിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാവർക്കും കഴിക്കാട്ടോ. സാധാരണ നാടൻ കോഴി ചൂട് കാലത്ത് കഴിച്ചാൽ അധികം ചൂടാന്നാ പറയാ. അത് മരുന്നൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ ഈ പ്രസവിച്ച് കിടക്കുന്നവർക്കൊക്കെ അധികം ചൂടാണ് ഉണ്ടാവുക. പക്ഷെ ഈ രൂപത്തില് ഇങ്ങനെ ചോരക്കുരു ഇങ്ങനെ പ്രശ്നമുള്ളവർക്കൊക്കെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പൊ ഇതിന് എരിവ് ഒന്നുമില്ല. അപ്പൊ എന്തെങ്കിലും ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, ഒരു പ്രത്യേക ടേസ്റ്റ്. ആ മഞ്ഞളുടെ കുത്തലൊന്നുമില്ല തേങ്ങാപ്പാല് വേവിച്ചതുകൊണ്ട്. അപ്പൊ നമ്മുടെ മഞ്ഞക്കോഴി ഇവിടെ തയ്യാറായിട്ട് നമുക്കിത് ഇറക്കി വെക്കാം കേട്ടോ. അപ്പൊ നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നമുക്കിത് ഇറക്കി വെക്കാം. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബായ്, അസ്സലാമു അലൈക്കും.